നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും. 4-ാം തീയതി ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 8-ന് ബുധൻ വക്രത്തിലാണ്, മിഥുനത്തിലേക്ക് വീണ്ടും പോകുന്നു. 17-ന് സൂര്യൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. വരുമാനം ജോലി ചെയ്ത് കിട്ടുന്നതിന് പുറമേ മറ്റു ചില സമാന്തര ജോലികളിലൂടെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അത് വിവിധ ഇനങ്ങളിൽ ഈ പണം വരാം. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവർ സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായ തർക്കവിഷയങ്ങൾ കോടതിയിലുണ്ടെങ്കിൽ അതിൽ അവർക്ക് വ്യവഹാരത്തിൽ വിജയം നേടാൻ സാധിക്കുകയും അവരുടെ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ ധനപരമായി അവർക്ക് നേടാൻ സാധിക്കുകയും ചെയ്യുന്നു ഈ മാസത്തിൽ എന്ന് കാണുന്നുണ്ട്. അതുപോലെ പുതിയ വാഹനം അവർ വാങ്ങുന്നു എന്ന് കാണുന്നു. വീട്ടിൽ പുതിയ ഫർണിച്ചർ വാങ്ങുകയോ വീടിൻ്റെ പൊതുവെയുള്ള പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഇരുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയോ ചെയ്യുന്നുണ്ട് ഈ മാസം. പെട്ടെന്ന് ദേഷ്യം വരികയും അതുപോലെ തന്നെ ആരോടും കയർത്തു സംസാരിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഈ ആഴ്ച. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം അച്ചടക്കവും സൗമ്യതയും പരിപാലിച്ചില്ലെങ്കിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കലഹം ഒഴിവാക്കാൻ സാധിക്കാതെ വരികയും ചിലപ്പോൾ രണ്ടിടങ്ങളിലായി പാർക്കേണ്ടി വരികയും ചെയ്യുന്നു എന്ന് കാണുന്നു. അത് ചിലപ്പോൾ നേരത്തെ തന്നെ ഏതെങ്കിലും വിധത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും സംഘർഷ സംബന്ധമായ ഘർഷണ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, പരിക്കൻ വശങ്ങളുണ്ടെങ്കിൽ അത് മൂർച്ഛിക്കാനിടയുണ്ട് ഈ മാസത്തിൽ എന്ന് കാണണം. മാത്രമല്ല ദാമ്പത്യ ഭാവത്തിൻ്റെ വിഷമം കൂടുതലും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒന്ന് ഞാൻ ഈ പറഞ്ഞ കലഹത്തിലൂടെ, അതല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക്, മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും അസുഖം വരാം. പ്രത്യേകിച്ച് ഗർഭാശയ സംബന്ധമായ അസുഖം വരാം, അല്ലെങ്കിൽ പ്രസവ സംബന്ധമായ എന്തെങ്കിലും കുഴപ്പം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വൈഷമ്യമാവാം. എന്നാൽ ധനപരമായി ഒട്ടും ദോഷം കാണുന്നില്ല. പ്രത്യേകിച്ച് അവർക്ക് അവരുടെ വീതം കുടുംബത്തിൽ നിന്ന് കിട്ടുകയോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിവാഹ സംബന്ധമായ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പണം ലഭിക്കാൻ സാധ്യതയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്വന്തമായി ജോലി നേടാൻ സാധിക്കും. ജോലിക്ക് പുറമേ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ ധനം മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ നേടാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മക്കളുടെ, മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ 8-ാം തീയതിക്ക് ശേഷം അത്ര നല്ലതല്ല എന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജൂലൈ മാസം 8-ാം തീയതിക്ക് ശേഷം കൂടുതൽ വാശിയോടുകൂടി, കൂടുതൽ കൃത്യനിഷ്ഠയോടുകൂടി പഠനത്തിന് അവർ മുന്നോട്ട് പോയില്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാജയമോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ തക്കവണ്ണമുള്ള പരീക്ഷാ വിജയമോ ഉണ്ടാവണം എന്നില്ല. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ത്വക്ക് സംബന്ധമായ അസുഖമോ അലർജി അസുഖങ്ങളോ സന്താനങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അവർ ഉദ്യോഗാർത്ഥികളോ വിദ്യാർത്ഥികളോ ആണെങ്കിൽ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്ന പരീക്ഷകൾക്ക് 8-ാം തീയതിക്ക് ശേഷം അല്പം കാഠിന്യം കാണുന്നുണ്ട്. അത് ആദ്യവാരത്തിന് ശേഷം, അതായത് ജൂലൈ ആദ്യവാരത്തിന് ശേഷം കുറച്ച് പ്രയാസം കാണുന്നുണ്ട്. അത് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലായാലും ശരി, ജോലി ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന പരീക്ഷകൾക്കോ അഭിമുഖങ്ങൾക്കോ വേണ്ടി ആയാലും ശരി, ജൂലൈ ആദ്യവാരത്തിന് ശേഷം കൂടുതൽ ശ്രദ്ധ വേണം എന്ന് കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യവും ശ്രദ്ധിക്കണം. വിദേശവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില വ്യാപാരങ്ങളിൽ ഇവർക്ക് ആദ്യത്തെ ആഴ്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ഗുണം കാണുന്നത്. സാമ്പത്തികമായി വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും ഇവർക്ക് ആനുകൂല്യം കിട്ടുന്നതായി കാണുന്നു. മറ്റുള്ളവരുടെ സഹായമോ അല്ലെങ്കിൽ ഇവർ തന്നെ ശ്രമിക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർക്ക് ഒരു നല്ല തുക കിട്ടുകയോ ഒക്കെ ചെയ്യാം. ഭാഗ്യവും അനുകൂലമായിട്ട് വരുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ ജൂലൈ മാസത്തിൻ്റെ ആദ്യവാരത്തിന് ശേഷം. അതുപോലെ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ് ഉണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ജോലിക്ക് സമാന്തരമായി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇവർക്ക് കൂടുതൽ മനസ്സർപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട്, സ്വന്തം കാലിൽ നിൽക്കണമെന്ന ഉറച്ച വിശ്വാസം വരുന്നതുകൊണ്ട് ഇവർക്ക് ധനം ധാരാളമായി സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഏഴര ശനിയുടെ തുടക്കമാണ്. ഏഴര ശനിയുടെ 2025 മാർച്ചിൽ തുടങ്ങി. അത് മെല്ലെ മെല്ലെ ഇനി ജന്മശനിയിലേക്ക് മാറും.
അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സമോ പ്രയാസമോ ഒക്കെ ആദ്യം ഉണ്ടായെന്ന് വരാം. എന്നാൽ വ്യാഴം ഇപ്പോൾ 4-ാം ഭാവത്തിൽ അനുകൂലമായി സഞ്ചരിക്കുന്നത് കൊണ്ട്, കൂടെ ശുക്രനും ഉള്ളതുകൊണ്ട്, ശുക്രൻ ഏതാണ്ട് 8-ാം തീയതിക്ക് 4-ാം തീയതിക്ക് ശേഷം ചിങ്ങം രാശിയിലേക്ക് പോകുമെങ്കിലും അതും 5-ാം ഭാവമാണ്. ശുക്രൻ 5-ാം ഭാവം ദോഷമൊന്നും ചെയ്യില്ല. 4-ലും 5-ലും ശുക്രൻ്റെ ഗുണവും അതുപോലെ തന്നെ വ്യാഴം 4-ൽ ഉച്ചനായിട്ട് നിൽക്കുന്നതിൻ്റെ ഗുണവും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും. സ്വന്തം കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക നേട്ടം, കുടുംബത്തിൽ പുതിയ ഫർണിച്ചർ വാങ്ങാനും വാഹനം പുതിയത് വാങ്ങാനും, അതുപോലെ സമൂഹത്തിൽ ഇടപെടുന്ന ആൾക്കാർക്ക് എല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ സന്തോഷം ആനന്ദമൊക്കെ നൽകുന്ന വിധം ഇവർക്ക് പെരുമാറാൻ സാധിക്കുകയും സാമ്പത്തികമായി കൂടുതൽ ഉയർച്ചയുണ്ടാവുകയും സമൂഹത്തിൽ ഒരു ഉയർന്ന സ്ഥാനമുണ്ടാവുകയും ഒക്കെ ചെയ്യും. അതേസമയം തന്നെ ഏതെങ്കിലും വിധത്തിൽ തർക്കവിഷയമോ കലഹമോ ഉള്ളവർ അത് മൂർച്ഛിക്കാനിടയുണ്ടാവുകയും ചെയ്യാം. വ്യവഹാരങ്ങളിൽ ഇവർക്ക് വിജയം കാണുന്നുണ്ട്, അതായത് കേസിൽ വിജയം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിയിൽ നിന്ന് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കമോ കോടതി സംബന്ധമായ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ വിജയമുണ്ടാകുമെന്നും സാമ്പത്തിക നേട്ടം ആണ് അതിലേറ്റവും പ്രധാനമെന്നും കാണുന്നുണ്ട്. എന്തായാലും വരുമാനത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ദോഷം കാണുന്നില്ല. സാമ്പത്തികം നേടുന്ന സമാന്തര ജോലികളുടെ കാര്യത്തിലും പ്രശ്നം കാണുന്നില്ല. ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പിൽ, അതായത് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങൾക്കും ആരോഗ്യ സംബന്ധമായോ വിദ്യാഭ്യാസ സംബന്ധമായോ ജൂലൈ ആദ്യ വാരത്തിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മുഖരോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. മുഖത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പൊള്ളലേൽക്കാനോ അല്ലെങ്കിൽ ചർമ്മത്തിന് അലർജി അസുഖം, മുഖചർമ്മത്തിന് അലർജി അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയോ, നയനം, അതുപോലെ മോണ, പല്ല്, മൂക്ക്, ചെവി ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബാക്ടീരിയൽ ഓർ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദന്തരോഗത്തിനും ഇട കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2, 3, 4, 5, 6-ാം തീയതി രാവിലെ 10 മണി വരെയും, ശേഷം 8 സായാഹ്നം കഴിഞ്ഞ് 9, 10 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 12 രാത്രി 8-ന് ശേഷം 13, 14 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 16 രാത്രി 8 മണി കഴിഞ്ഞ് 17, 18, 19, 20, 21 പുലർച്ചെ 7:55 വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 26, 27, 28 രാത്രി 7:30, 28, 29, 30, 31 രാവിലെ പുലർച്ചെ, അതായത് രാവിലെ 7:30 വരെയും ഗുണകരമായ ദിവസങ്ങളായി കാണുന്നു. താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ പഠിച്ച വിഷയങ്ങളിൽ ഏറ്റവും നന്നായി ഇവർക്ക് അത് അർപ്പിക്കാൻ, പരീക്ഷയിൽ ആണെങ്കിൽ പോലും അതല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിൽ പോലും പഠിച്ച കാര്യങ്ങൾ ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ വാരമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അത് പ്രകടമായി കാണുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെങ്കിലും ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോഴാണ്. അതുപോലെ തന്നെ സ്വന്തം വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അതിന് തക്കവണ്ണമുള്ള സാമ്പത്തികം സ്വന്തം കഴിവ് കൊണ്ട് തന്നെ ഇവർക്ക് നേടാൻ സാധിക്കും. ഭാഗ്യം ഇവർക്കിപ്പോൾ വളരെ അനുകൂലമാണ്. സന്താനങ്ങളുടെ പഠന സംബന്ധമായ കാര്യങ്ങൾക്കായാലും ശരി, അല്ലെങ്കിൽ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ അവരുടെ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അത് എഴുത്തുപരീക്ഷയുടെ രൂപത്തിലായാലും ശരി, അഭിമുഖങ്ങളുടെ രൂപത്തിലായാലും ശരി, അതിലൊക്കെ വളരെ വലിയ ഭാഗ്യവും വിജയവും ഇവർക്ക് നേടാൻ സാധിക്കുമെന്ന് കാണുന്നു. പണം സ്വരൂപിക്കുന്ന കാര്യത്തിലും അത് ഭാഗ്യക്കുറിയുടെ രൂപത്തിലായാലും ശരി, അല്ലെങ്കിൽ സ്വന്തം അധ്വാനത്താൽ നേടുന്നതായാലും ശരി, അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് ആരെങ്കിലും വാങ്ങിക്കൊണ്ടുപോയ പണം, കിട്ടാപ്പണം എന്ന് വിചാരിച്ചിരുന്നതൊക്കെ തന്നെ ഇവർക്കിപ്പോൾ കിട്ടാൻ സാധ്യമാകും. അതുപോലെ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്ക് ജോലി ലഭിക്കാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ സ്വത്ത് ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നു. എന്തായാലും ഗുണകരമാണ്. സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്താൻ ഏറ്റവും പ്രാപ്തിയുള്ള ഒരു സമയമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയോ ജോലിയിൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവുകയോ ചെയ്യാം. പ്രത്യേകിച്ചും ജൂലൈ ആദ്യ വാരത്തിന് ശേഷമാണ് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയും ബാക്കി ഇവരുടെ കഴിവ് സംബന്ധമായ, അതായത് കലാപരമായ കഴിവോ ജോലിക്ക് സമാന്തരമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ മികവോ ഒക്കെ ഇവർക്ക് കൂടുതൽ പുലർത്താൻ സാധിക്കുന്നത്, അതിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധിക്കുന്നതൊക്കെ ആഴ്ചയുടെ ആദ്യ വാരത്തിന് ശേഷമാണ് കാണുന്നത്. അതുപോലെ
സഹോദരങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രമിക്കുമെന്ന് കാണുന്നു. സഹോദരങ്ങൾക്ക് മംഗളകാര്യങ്ങൾ നടക്കുക, അവരുടെ സാമ്പത്തിക പരാധീനത മാറുക, അവർക്ക് ജോലി ലഭിക്കുക, പഠന സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിരുന്നെങ്കിൽ അത് മാറുക തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നു. ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇപ്പോൾ ഉത്സാഹപൂർവ്വം പല കർമ്മങ്ങളിലും പങ്കെടുക്കുമെന്ന് കാണുന്നുണ്ട്. മാതാവിന് ചെറിയ ശാരീരികമായ അവശത വരാം. അതുപോലെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും സ്ത്രീകളാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ എന്തെങ്കിലും ദോഷം വരാനൊരു സാധ്യത കാണുന്നുണ്ട്. പുരുഷനാണെങ്കിൽ അവരുടെ മാതാവിന്, അതുപോലെ തന്നെ അവരുടെ ഈ അപ്പർ അബ്ഡമിൻ ഭാഗം, ഉദരത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ അസ്കിതകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് കാണുന്നു. വാഹനത്തിന് എന്തെങ്കിലും അപകട സാധ്യതയോ വാഹനത്തിന് എന്തെങ്കിലും ദോഷാവസ്ഥകളോ ഉണ്ടാകാം. വാഹനത്തിൻ്റെ അന്തർഭാഗങ്ങളൊക്കെ ഏറ്റവും നന്നായി ക്ലെൻസിങ് ചെയ്ത് ഉപയോഗിക്കണം എന്നും കാണുന്നു. പൊതുവേ ഈ മാസത്തിൽ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവും, പ്രവർത്തനങ്ങളിൽ ഇവർക്കുണ്ടാകുന്ന കഴിവ് വർദ്ധിക്കുകയും ജോലിക്ക് പുറമേ സമാന്തരമായി ചെയ്യുന്ന ജോലികളിൽ നിന്ന് ആദായവും ലഭിക്കുന്നതായി കാണുന്നു. ഒരു തൊഴിലും ഇല്ലാത്ത ഇടവക്കൂറുകാർക്കാണെങ്കിൽ അവർക്ക് ധാരാളം മറ്റ് ചെറിയ ചെറിയ പണികൾ കിട്ടുന്നതായി കാണുന്നു, ചെറിയ ചെറിയ ജോലികൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്ന് വരുമാനവും കാണുന്നു. എന്തായാലും ഭാഗ്യവും വരുമാനവും ഒരുമിച്ച് കാണുന്നു. മാതാവിന് രോഗാവസ്ഥ കാണാം. അതുപോലെ ഇടവക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ ദോഷങ്ങൾ വരാനുള്ള സാധ്യതയും, പുരുഷന് അപ്പർ അബ്ഡമിൻ ഭാഗങ്ങളിൽ, അതായത് വയറിൻ്റെ മുകൾ ഭാഗത്ത്, അധോഭാഗത്തല്ല ഉത്തര ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ദോഷം വരാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഇന്നർ ഭാഗങ്ങളിൽ എന്തെങ്കിലും ദോഷം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവരുടെ സാമ്പത്തിക വരവിന് ദോഷമൊന്നും കാണുന്നില്ല. പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലത കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അധികം അധ്വാനിച്ചുകൊണ്ടുള്ള ആവേശപൂർവ്വമുള്ള എടുത്തുചാട്ടം, സ്പീഡ് ആവശ്യമുള്ള കർമ്മങ്ങളിൽ ഒരുപാട് സ്പീഡ് കൂടുതലായി ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശാരീരികമായ അപകട സാധ്യതയും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ശരീരത്തിൽ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ കൊണ്ട് മുറിവുണ്ടാകാനോ അപകടമുണ്ടാകാനോ പൊള്ളലേൽക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർ ഏറ്റവും കരുതലോടുകൂടി അത് ചെയ്യുക. അത്തരം കാര്യങ്ങളിൽപ്പെട്ട് അപകടം പെടുകയോ ആശുപത്രിവാസമോ അതിന് പണം ചെലവഴിക്കേണ്ടി വരികയോ ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 4-ാം തീയതി 4, 5, 6, 7, 8 സായാഹ്നം വരെയും, ശേഷം 10-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 11, 12 രാത്രി 8 മണി വരെ, അതിനുശേഷം 14 സന്ധ്യയ്ക്ക് ശേഷം 15, 16 രാത്രി 8 മണി വരെ, ശേഷം 21 പുലർച്ചെ 7:55 കഴിഞ്ഞ് 22, 23, 24, 25 25 ദിവസങ്ങളും പിന്നീട് 31 ഇവർക്ക് താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. ഒരുപക്ഷെ മനസ്സിൻ്റെ സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ ചിട്ടയായി ചെയ്യുന്ന എക്സസൈസ് കൊണ്ടോ ഒക്കെ ഇവരുടെ പ്രായത്തിന് കുറച്ച് കുറവ് തോന്നിക്കുന്നൊരവസ്ഥ ഈ ജൂലൈ മാസത്തിലുണ്ടാവും. പ്രത്യേകിച്ചും ആദ്യ വാരത്തിന് ശേഷം കുറച്ചുകൂടി യൗവനം വന്നതുപോലെ ശരീരത്തിനും മനസ്സിനും അത് വളരെ ഗുണം ചെയ്യും അവരുടെ കർമ്മരംഗത്ത്. അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങൾ നേടുന്നതിൽ കൂടുതൽ ഉത്സാഹം ഇവർക്ക് വരുന്നുണ്ട്. ഇവരുടെ മുഖഭംഗി വർദ്ധിക്കുന്നു എന്ന് കാണുന്നു മിഥുനക്കൂറിൽപ്പെട്ട സ്ത്രീകളുടെ. അതുപോലെ മിഥുനക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്കും പൊതുവെയുള്ള അവരുടെ ശാരീരിക വ്യക്തിത്വത്തിന് വർധനവുണ്ടാകുന്നതായി കാണുന്നു, ആകർഷകത്വം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. പുതിയ വാഹനമോ വീട് നിർമ്മിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സത്തിന് മാറ്റം വരാം. പുരോഗതിയിലേക്ക് മുന്നേറാനുള്ള സാധ്യത കാണുന്നു. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ നേടാം. അതുപോലെ തന്നെ വീടിൻ്റെ ആന്തരിക ഭാവങ്ങൾ കൂടുതൽ മോടി പിടിപ്പിക്കാനുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് കൂടുതൽ നടത്താനുള്ള സാധ്യത കാണുന്നു. പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ചും സഹോദരീ സ്ഥാനത്തുള്ളവർക്ക് ഉയർന്ന ജോലി കിട്ടുകയോ അവരിൽ നിന്ന് ധനസഹായം ഉണ്ടാവുകയോ ചെയ്യാം. എന്നാൽ അവർക്കോ അവരുടെ മാതാവിനോ ശാരീരികമായ അവശത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖങ്ങളാണ് കാണുന്നത്. അതുപോലെ ഈ പറയുന്ന മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സഹോദരീ സ്ഥാനത്തുള്ളവർ പ്രസവ സംബന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകേണ്ടി വരുമെന്ന് കാണുന്നു. വാഹനം, അതുപോലെ സഹോദരി സ്ഥാനത്തുള്ളവരും പൊതുവെ സഹോദര സ്ഥാനത്തുള്ളവർ
വാഹനം ഓടിക്കുന്നതിന് വളരെ ശ്രദ്ധ വേണം. വാഹന അപകട സാധ്യത കാണുന്നുണ്ട്. ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച കാണുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ജോലിയിലെ തടസ്സങ്ങൾക്ക് ഒരു മാറ്റം കാണുന്നുണ്ട്. പൊതുവെ കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾക്കാണ് മാറ്റം വരുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ട് ഇവർ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ അവസ്ഥ ജൂലൈ മാസത്തിലുണ്ടാവും. പ്രത്യേകിച്ച് ജൂലൈ മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം ഇവർക്ക് ഒരുപാട് ഇവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം. ഈ സമാന്തരമായി ചെയ്യുന്ന കൃഷി സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. സഹോദര സ്ഥാനത്തുള്ളവരോ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ആയി ചേർന്ന് ചെയ്യുന്ന ചില വ്യാപാര ശ്രമങ്ങൾക്കും ഗുണം കാണുന്നു. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സഹോദര സ്ഥാനത്തുള്ളവരുടെ ആരോഗ്യം ആണ്. അതത്ര നല്ലതല്ല എന്ന് കാണുന്നു. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സഹോദരി സ്ഥാനത്തുള്ളവർക്കും പ്രസവ സംബന്ധമായ ചില കാര്യങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കാണുന്നുണ്ട് ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതുപോലെ ഇവരുടെ പിതാവിന് ത്വക്ക് സംബന്ധമായ അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വിദേശത്തുള്ള ഇവരുടെ ബന്ധുക്കൾക്കും ചില ചർമ്മ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. സോറിയാസിസ് ഒക്കെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കിൻ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിദേശത്ത് സ്ഥിരമായി താമസിക്കാൻ തക്കവണ്ണമുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ തടസ്സം മാറുന്നതായിട്ടാണ് കാണുന്നത്. അനുകൂലമായ പല തീരുമാനങ്ങളും അവിടുത്തെ സർക്കാരിൽ നിന്ന് അവർക്ക് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച കാണുന്നു. ഉപരിപഠനത്തിനും സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനത്തുള്ളവർക്ക് വേണ്ടി ചിലപ്പോൾ ആശുപത്രി വാസമോ ആശുപത്രികളിൽ പണം ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥയോ കാണുന്നുണ്ട്. അതുപോലെ ഈ എല്ല് പേശി സംബന്ധമായ പ്രശ്നങ്ങൾ, അപകടങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ജൂലൈ മാസത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 തീയതി ഉച്ചവരെ, ശേഷം 6 രാവിലെ 10 മണി കഴിഞ്ഞ് 7, 8, 9, 10 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 12 തീയതി രാത്രി 8 ശേഷം 13, 14 സന്ധ്യ വരെയും, ശേഷം 16 തീയതി രാത്രി 8 മണിക്ക് ശേഷം 17, 18 ദിവസങ്ങളും, അത് കഴിഞ്ഞാൽ പിന്നെ 23 സന്ധ്യ കഴിഞ്ഞ് 24, 25, 26, 27, 28 രാത്രി 7:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം ഗുണകരമായി തന്നെ പോകും. സാമ്പത്തികമായ കാര്യത്തിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. കൂടുതൽ ധനം ആഗ്രഹിച്ചാൽ കൂടുതൽ ധനത്തിന് വേണ്ടി പ്രവർത്തിച്ച് നേടാൻ സാധിക്കും. അതല്ല, അത്രമേൽ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതനുസരിച്ച് കിട്ടും. എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഇവർക്ക് വരുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ ഭാഗ്യം തുണയ്ക്കുന്ന ഒരവസ്ഥയല്ലെങ്കിലും അധ്വാനത്തിൻ്റെ ഫലം കൃത്യമായിട്ട് അവർക്ക് കിട്ടുമെന്ന് കാണുന്നു. തങ്ങളുടെ കർമ്മം ഏറ്റവും നന്നായിട്ട് ഇവർക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലം കാണുന്നുണ്ട്. ജോലി സ്ഥലത്തുള്ള ഉഴപ്പ് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഇവർക്ക് ഉണ്ടായിരുന്ന ചില പോരായ്മകൾ, ടെക്നിക്കലി ആണെങ്കിലും ശരി, സാങ്കേതികമായിട്ടാണെങ്കിലും ശരി, അതല്ല അവരുടെ ജോലിയിൽ അവർക്ക് വേണ്ട അത്യാവശ്യം കരുതൽ കാര്യങ്ങൾക്കായാലും ശരി, അതിലൊരു പോരായ്മ വന്നിരുന്നത് ഇവർക്ക് മാറ്റാൻ സാധിക്കുന്നു. കൂടുതൽ പെർഫെക്ഷനിലേക്ക്, പരിപൂർണതയിലേക്ക് നീങ്ങാൻ അവർക്ക് സാധിക്കുന്നതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിന് ശ്രമിക്കുന്ന ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് കാണുന്നു. അതല്ലെങ്കിൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും വിദേശ സംബന്ധമായ പഠനത്തിനോ ജോലിയിലോ പ്രത്യേകിച്ചും സ്കോളർഷിപ്പൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അവർക്ക് നേടാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വന്തം ദേശത്തും അത്തരം ധനസഹായത്തോടു കൂടി പഠിക്കാൻ സാധിക്കുന്ന ചില അവസ്ഥകൾ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കോ അവരുടെ സന്താനങ്ങൾക്കോ ഉണ്ടാകുന്നതായി കാണുന്നു. മുഖ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. മോണ, പല്ല് ഈ ഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ നയന രോഗത്തിനും സാധ്യതയുണ്ട്. കണ്ണുകൾക്ക് എന്തെങ്കിലും അസ്കിതയുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ബന്ധപ്പെട്ട വിദഗ്ധരെ കണ്ട് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ് എന്ന് ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്നു. പൊതുവെ അലർജി അസുഖങ്ങളാണ് ഇവരെ വേട്ടയാടുന്നത്. അത് ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്നുള്ളത് വേണം കാണാൻ. അതുകൊണ്ട് തന്നെ കണ്ണുകൾക്കായാലും ശരി, ത്വക്കിനായാലും ശരി, മുഖത്തെ ചർമ്മത്തിനായാലും ശരി, അലർജി മൂലമുണ്ടാകാവുന്ന അസുഖങ്ങൾ ഇവരെ ചിലപ്പോൾ ആശങ്കപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികം കൃത്യമായി ഇവർക്ക് വന്നു ചേരുന്നതായി കാണുന്നു. പിതാവിൻ്റെ രോഗാവസ്ഥയ്ക്കൊരു ചെറിയ മാറ്റം, പുരോഗതി ഉണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ജീവിക്കുന്നവർക്ക്, അവിടെ തന്നെ സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവർക്കുമൊക്കെ അനുഗ്രഹമുള്ള കാലമാണിപ്പോൾ.
പൊതുവെ ഇവരുടെ ആശങ്കകൾ വിട്ടകന്നൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ ധനപരമായി നേട്ടം, സാമ്പത്തിക ഗുണം ഇതൊക്കെ കാണുന്നു. തങ്ങൾക്ക് അറിയാവുന്ന മേഖലയിൽ ചില തടസ്സങ്ങൾ, അറിയാവുന്ന കഴിവ് ഉപയോഗിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് അവിടെ ചില ആലസ്യങ്ങൾ ഉണ്ടായിരുന്നതിനാണ് മാറ്റം വരുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു അനുഗ്രഹം, ഈശ്വരാധീനം പോലെ ഇവർക്ക് വന്നിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി തൊട്ട് ഇവർക്ക് വീട് നിർമ്മാണത്തിനാവശ്യമായ ധനം വന്നു ചേരുകയും അല്ലെങ്കിൽ ജോലിയിൽ ഒരു ഉയർച്ചയോ സാമ്പത്തിക നേട്ടമോ കൂടുതലായിട്ടുണ്ടാവുകയും ഒക്കെ ചെയ്യാം. പുതിയ വാഹനം, പുതിയ വസ്ത്രം, ആഭരണം ഇതൊക്കെ വരികയും ചെയ്യാം. രോഗം എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആശങ്കകൾ രോഗത്തെ ചൊല്ലിയുണ്ട് എന്നുള്ള കാര്യം കർക്കിടകത്തിൽപ്പെട്ട നക്ഷത്രക്കാർ മറക്കാതിരിക്കുക. അതുകൊണ്ട് ശരിയായ രീതിയിൽ തന്നെ അവരുടെ മെഡിക്കേഷൻ മുന്നോട്ട് പോകണം. കൃത്യമായി ഡോക്ടറിനെ കാണുക, അതിനനുസരിച്ചുള്ള അവരുടെ ആചാരങ്ങൾ, അവരുടെ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അത് മനസ്സിനെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഉഴപ്പ്, അതല്ലെങ്കിൽ ആഹാരത്തിലെ ക്രമീകരണമില്ലായ്മ, ശരിയായ സമയത്ത് പരിശോധന നടത്താതിരിക്കുക, ഇതൊക്കെ തന്നെ കൂടുതൽ ആശങ്കകളിലേക്ക് ഇവരെ നയിക്കും എന്ന് കാണുന്നു. കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3 ദിവസങ്ങളും, അത് കഴിഞ്ഞാൽ പിന്നെ 8 സായാഹ്ന ശേഷം 9, 10, 11, 12 രാത്രി 8 മണി വരെയും, ശേഷം 14 സന്ധ്യയ്ക്ക് ശേഷം 15, 16 രാത്രി 8 മണി വരെ, അത് കഴിഞ്ഞാൽ 19, 20, 21 തീയതി പുലർച്ചെ രാവിലെ 7:55 വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 26, 27, 28, 29, 30, 31 പുലർച്ചെ 7:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഈ ആശങ്കകൾക്കും തടസ്സങ്ങൾക്കും ഇപ്പോഴും വലിയ ലോഭമൊന്നുമില്ല. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ആദ്യം ഒരു തടസ്സം വരും, പക്ഷേ പിന്നീട് അത് വിജയിക്കും. അങ്ങനെയുള്ള അവസ്ഥ ഇപ്പോഴും ചിങ്ങക്കൂറിനെ പിന്തുടരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കർമ്മരംഗത്ത് ഉറച്ചു നിൽക്കാൻ തക്കവണ്ണമുള്ള ഒരു മാനസിക ധൈര്യം ഇവരിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം ജോലി കൃത്യം ചെയ്യുക. അതിന് ആരുടെ എതിർപ്പുണ്ടെങ്കിലും, ആരുടെ അപഹാസ്യതയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്താലും അതൊന്നും നോക്കാതെ തങ്ങളുടെ കർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതെന്തായാലും ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണം ചെയ്യുമെന്ന് കാണുന്നു. അതുപോലെ തങ്ങൾക്കറിയാവുന്ന കഴിവുകൾ ഏറ്റവും നന്നായി വിനിയോഗിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണിപ്പോൾ അവർക്ക്. ഒരാൾക്ക് എഴുതാനാണ് ശേഷിയെങ്കിൽ അത് ഏറ്റവും നന്നായി അവർക്ക് പ്രതിഫലിപ്പിക്കാൻ ഈ ജൂലൈ മാസത്തിൽ സാധിക്കും. ടെക്നിക്കലി ആണ്, സാങ്കേതികമായിട്ട് നല്ല ബോധ്യമുള്ള ഒരാൾക്ക്, നല്ല അറിവുള്ള ഒരാൾക്ക് അതിലൂടെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാനോ ഏറ്റവും നല്ല ജോലിയിലേക്ക് പോകാനോ സാധിക്കും. അതുപോലെ തന്നെയാണ് മറ്റെന്തെങ്കിലുമൊക്കെ കഴിവുകൾ, പ്രത്യേകിച്ച് ശില്പരചന, ആർക്കിടെക്ചറിങ്, അധ്യാപനം, ബാങ്കിങ് മേഖല, ഈ തുടങ്ങി വിവിധ മേഖലകളിൽ, കമ്മ്യൂണിക്കേഷൻ രംഗം തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടേതായ കഴിവുകൾ ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ സാധിക്കുകയും അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു മാസം കൂടിയാണ് ജൂലൈ മാസം. അതുപോലെ പണം ധാരാളമായി വരുമെങ്കിലും അതിനൊക്കെ കൃത്യമായി ചിലവും കാണുന്നുണ്ട്. ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇപ്പോൾ പണം ചിലവഴിക്കുമെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ വീട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ സന്താനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനോ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കോ ഒക്കെ പണം മുടക്കാം. ഇതൊന്നുമല്ലെങ്കിൽ തീർത്ഥാടനത്തിനായി പണം മുടക്കാം. ഇതൊന്നും തന്നെ ഉടനെ ലാഭം കിട്ടുന്നതല്ല, മറിച്ച് മനസ്സിന് സന്തോഷം നൽകുകയും ഭാവിയിൽ ഒരു മുതലായി മാറുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടി പണം മുടക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ജലോൽപ്പന്നങ്ങൾ, അതുപോലെ ജലവുമായി ബന്ധപ്പെട്ട ബിസിനസ്, ഇതൊക്കെ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ശ്രദ്ധ ഇപ്പോൾ ഇവർക്ക് വരാം. അത്തരം കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വെളുത്ത വസ്തുക്കളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇവർക്കിപ്പോൾ വ്യാപാരം ചെയ്യാനോ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കാനോ സാധിക്കും. ശാരീരികമായിട്ടുള്ള അവശത ഇപ്പോഴും ഇവരുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ശരീരത്തിൽ കൃത്യമായിട്ട് ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാത്ത, ഡോക്ടറുടെ അടുത്തോ ഒന്നും പോകാത്തൊരവസ്ഥയിൽ എന്തൊക്കെയോ ചില അസ്കിതകൾ അവശതകൾ ശരീരത്തിന് പ്രകടമാകുന്നുണ്ട്. അതിൽ വിഷമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ആസൂത്രണം ചെയ്ത് ബന്ധപ്പെട്ട വിദഗ്ധരെ കാണാനുള്ള ശ്രമമൊന്നും ഇവർ നടത്തുന്നില്ല എന്ന് ചിന്തിക്കണം. അതിനൊക്കെ തടസ്സമുണ്ടാകുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. എന്നാൽ
ഈ മാസത്തിൽ ഇവർക്ക് അതിനൊക്കെ കുറച്ച് മാറ്റം വരുത്താൻ സാധിക്കും. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ വാരത്തിൽ തന്നെ, ജൂലൈ മാസത്തിൻ്റെ ആദ്യ വാരത്തിൽ തന്നെ തങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു ചിട്ട ഏർപ്പെടുത്താനുള്ള ശ്രമം ഇവർ ആരംഭിക്കുമെന്ന് കാണുന്നു. അത് ഇവർക്ക് ഭാവിയിൽ കർമ്മരംഗത്തൊക്കെ കൂടുതൽ ഗുണം ചെയ്യുമെന്ന് കാണുന്നുണ്ട്. ത്വക്കിന് അസുഖമുണ്ടാവുക, അതുപോലെ ശ്വാസകോശ സംബന്ധമായോ തൊണ്ട സംബന്ധമായോ അസുഖങ്ങളുണ്ടാവുകയൊക്കെ ഈ സമയത്ത് സാധാരണമാണ്. ഈ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1 ഉച്ച കഴിഞ്ഞ് 2, 3, 4, 5, 6 രാവിലെ 10 മണി വരെയും, ശേഷം 10-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 11, 12, 13, 14 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 16-ാം തീയതി രാത്രി 8 മണി കഴിഞ്ഞ് 17, 18 ദിവസങ്ങളും, 21 പുലർച്ചെ 7:55 കഴിഞ്ഞ് 22, 23 സന്ധ്യ വരെയും, അതിനുശേഷം 28, 29, 30, 31 തീയതികളും ഇവർക്ക് താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ ഇവർക്കും സാധിക്കുന്ന ഒരു മാസമാണിത്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇവരുടെ ആശ്രിതർക്കും അവിടെ വലിയ ഉയർന്ന പദവികൾ ലഭിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ കഴിവിനനുസരിച്ച് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നതായി കാണുന്നു. വ്യാപാരം വർദ്ധിക്കുക, അതുപോലെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വർധനവുണ്ടാവുക, സാമ്പത്തികമായി കൂടുതൽ ജോലി ചെയ്യാൻ സമയവും അതുപോലെ തന്നെ സന്ദർഭവും ഒത്തുവരിക, സമാന്തരമായി കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ധനം വരിക തുടങ്ങി വിവിധ കാര്യങ്ങൾ ഇപ്പോൾ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണം വരുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ, അത് വസ്തു സംബന്ധമായാലും ശരി, കെട്ടിട സംബന്ധമായാലും ശരി, വാഹന സംബന്ധമായാലും ശരി, ഇത്തരം കാര്യങ്ങളിൽ ഇവർക്കിപ്പോൾ അനുഗ്രഹം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പ്രത്യേകിച്ച് വാദസംബന്ധമായ എന്തെങ്കിലും പ്രശ്നം നേരത്തെ ജീവിത പങ്കാളിക്ക്, കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്ക് ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തടസ്സത്തിന് പലപ്പോഴും ഇവർക്ക് പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടെങ്കിലുമൊക്കെ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു മാനസിക ശക്തിയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥയും ഇപ്പോൾ ഇവർക്ക് നിലവിലുണ്ട്. പിതാവിനൊരു ശസ്ത്രക്രിയ ചിലപ്പോൾ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് നയന സംബന്ധമായിട്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇവരുടെ മാതാവിന് അല്ലെങ്കിൽ സ്ത്രീ ബന്ധങ്ങളിൽ ആർക്കായാലും, മാതാവിനോ ഭാര്യയ്ക്കോ സഹോദരിക്കോ മകൾക്കോ സ്ത്രീ സുഹൃത്തിനോ ഒക്കെ ഗർഭാശയ സംബന്ധമായോ അല്ലെങ്കിൽ ഉദര സംബന്ധമായോ എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. ജോലിയിൽ ഒരു ഉയർച്ചയുടെ കാര്യം ആഗ്രഹിച്ചിരുന്ന ഇവർക്ക്, കഴിവുള്ളവർക്ക് ഉയരാൻ ഏറ്റവും സാധ്യമായ അവസരമാണ് ഈ ജൂലൈ മാസം, പ്രത്യേകിച്ച് ആദ്യ വാരത്തിന് ശേഷം. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിദേശ സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് ഗുണമുണ്ടാവണമെന്ന്. ഇപ്പോൾ നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സന്താനങ്ങൾക്കായാലും ശരി, അടുത്ത ബന്ധുക്കൾക്കായാലും ശരി, അടുത്ത സുഹൃത്തുക്കൾക്കായാലും ശരി, അവിടുത്തെ വാസത്തിന് അനുയോജ്യമായ തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാകുന്നു. അതുപോലെ തന്നെയാണ് അവരുടെ ജോലിയിലെ ഉയർച്ചയും കുറച്ചുകൂടി പ്രകടമാകുകയും അവർ ജോലിയിൽ ഉയരുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായ നേട്ടവുമുണ്ട്. എന്തായാലും പ്രവർത്തനങ്ങളിലെ വിജയവും അതുപോലെ തന്നെ ധനപരമായ വരവും ഇവർക്ക് വളരെ ഗുണത്തെ ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉദര സംബന്ധമായിട്ട് ഇവർക്കെന്തോ ഒരു അസുഖമുണ്ടാകാം. അല്ലെങ്കിൽ മുമ്പ് ഏതെങ്കിലും ഒരു ശത്രുവിനെ ഇവർ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ശത്രു വഴി എന്തെങ്കിലും തടസ്സമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പേരുദോഷമാവാം, ചിലപ്പോൾ അപവാദങ്ങൾക്ക് ഇരയാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ അതൊക്കെ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6, 7, 8 സായാഹ്നം വരെയും, ശേഷം 12-ാം തീയതി രാത്രി 8 മണിക്ക് ശേഷം 13, 14, 15, 16 രാത്രി 8 മണി വരെയും, അത് കഴിഞ്ഞാൽ 19, 20, 21 പുലർച്ചെ വരെ, അത് കഴിഞ്ഞാൽ 23 സന്ധ്യ കഴിഞ്ഞ് 24, 25 പിന്നെ 31 താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ബന്ധുമിത്രാദികളുടെ സഹായത്താൽ പുതിയ ചില ഗുണങ്ങൾ ഇവർക്ക് വരുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഇവരുടെ പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന പോരായ്മകൾക്ക് പരിഹാരമായി ബന്ധുമിത്രാദികളുടെ ഒരു സഹകരണം, അത് സാമ്പത്തിക രൂപത്തിലും അതുപോലെ തന്നെ സാങ്കേതിക രൂപത്തിലുമൊക്കെ ഇവരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ശാരീരികമായി വളരെ ശ്രദ്ധിക്കണം. ഈ മാസത്തിൽ
തുലാക്കൂറിൽപ്പെട്ട വ്യക്തികൾ തന്നെ, ആ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ സ്ത്രീ പുരുഷ ഭേദമന്യേ അവർക്ക് ശാരീരികമായ ചില അവശതകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ജീവിത പങ്കാളിക്ക് ഉണ്ടാകാവുന്ന ചില ശാരീരിക അവശതകളിൽ മനോവിഷമം ഉണ്ടാകാം. അതല്ലെങ്കിൽ തങ്ങളുടെ തന്നെ ആരോഗ്യത്തെ വേണ്ടത്ര ശ്രദ്ധിക്കാതെ ഇരുന്നത് കൊണ്ടുള്ള ചില അവശതകൾ ഇവർക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഒന്ന് ഫിസിക്കൽ പ്രോബ്ലമാണ്, ശാരീരികമായ പ്രശ്നമാണ്. രണ്ട്, മാനസികമായും ഇവർക്ക് കുറച്ച് വിഷമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇവർക്കിപ്പോൾ ദോഷമൊന്നും കാണുന്നില്ല. തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുപരി ചില പ്രോപ്പർട്ടികളിൽ നിന്ന് വരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് ഏതെങ്കിലും തരത്തിൽ വിറ്റ് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്ന ഇവർക്ക് ആ വിധത്തിൽ പണം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക നേട്ടം കൃത്യമായി വരുന്നുണ്ടെങ്കിലും ഇവരുടെ മൂത്ത കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ മൂത്ത ജ്യേഷ്ഠ സഹോദരനോ ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ അവർക്ക് അപകട സാധ്യതയോ പൊള്ളലേൽക്കാനുള്ള സാധ്യതയോ ഇലക്ട്രിക് പ്രോബ്ലങ്ങൾ, ഇലക്ട്രിസിറ്റി വഴി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, സന്താനങ്ങൾക്ക് ചില മംഗളകർമ്മങ്ങൾ പങ്കുകൊള്ളാൻ സാധിക്കുകയോ അവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവുകയോ ചെയ്യും. വിദേശവുമായി ബന്ധപ്പെട്ട് സന്താനങ്ങൾക്ക് ഗുണമുള്ള അനുഭവങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ അവരെ അലട്ടാമെങ്കിലും അതുപോലെ വളരെ പിരിമുറുക്കമാർന്ന സന്ദർഭങ്ങളിലൂടെ കടന്നു പോകാമെങ്കിലും അവർ കുറച്ചുകൂടി ഒരു നല്ല അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. കടബാധ്യതയിൽ നിന്ന് മോചനവും കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന മുടക്കങ്ങൾ, പല പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന മുടക്കങ്ങൾക്കൊക്കെ മാറ്റവും ജൂലൈ മാസത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ശാരീരികമായ അവശത, രോഗാവസ്ഥ, അപകട സാധ്യത ഇതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ബന്ധുമിത്രാദികൾക്കോ സഹോദരസ്ഥാനത്തുള്ളവർക്കോ ഇതുപോലെ തന്നെ ചില വൈതരണികൾ കടക്കേണ്ടി വരുമെന്നും പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഉച്ചവരെയും ശേഷം 6 രാവിലെ 10 മണി കഴിഞ്ഞ് 7, 8, 9, 10 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 14 സന്ധ്യയ്ക്ക് ശേഷം 15, 16, 17, 18 ദിവസങ്ങളും, ശേഷം 21 പുലർച്ചെ 7 മണി 55 മിനിറ്റ് കഴിഞ്ഞ് 22, 23 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 26, 27, 28 രാത്രി 7:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴം 9-ാം ഭാവത്തിലേക്ക് ഉച്ചസ്ഥനായി പോയിരിക്കുന്നു. അതുപോലെ അഷ്ടമത്തിലേക്ക് ബുധൻ വക്രത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ബുധൻ്റെ വരവ് 8-ൽ ബുധൻ ഗുണത്തെ ചെയ്യും. വിദ്യാഭ്യാസ സംബന്ധമായ ഗുണവും തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ല്, കഴിവുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യവും, ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചവർക്ക് അവരുടെ ജോലി സ്ഥലത്ത്, അവരുടെ കർമ്മസ്ഥലത്ത് തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ, അതായത് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ മനസ്സന്തോഷത്തിന് വക കാണുന്നുണ്ട്. അവരുടെ വിജയം ഘോഷിക്കപ്പെടാം. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ ജീവിത പങ്കാളിയുമായി ഈ പറയുന്ന വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കലഹമോ പിണക്കമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും ഉദരരോഗമോ ഗർഭാശയ സംബന്ധമായ വിഷയമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാവാം ചിലപ്പോൾ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും മനോവിഷമം വരിക. ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന്, അതായത് ജീവിത പങ്കാളിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ട സാഹചര്യവും കാണുന്നുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങൾക്കാവാം, എന്നാലും അത്തരമൊരു അകൽച്ച കാണുന്നുണ്ട്. കർമ്മരംഗത്ത് വൈദേശിക നിക്ഷേപം ഇവർക്ക് ഈ മാസത്തിൽ ഏതാണ്ട് ഉറപ്പ് വരുന്ന കാര്യമാണ്. ചില പുതിയ കരാറുകളിൽ ബന്ധപ്പെടുകയും അത് വിദേശവുമായി ബന്ധമുള്ള കരാറുകളാവുകയും അതിൽ നിന്ന് ഗുണമുണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും മാതാവിൻ്റെ രോഗാവസ്ഥയ്ക്ക് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യത്തിന് പൊതുവേ ഉണ്ടായിരുന്ന ഒരു മന്ദത, തങ്ങളിലേക്ക് ഭാഗ്യാനുഗ്രഹം വരുന്നതിൽ ഒരു സ്ലോനെസ്, ഒരു മെല്ലെപ്പോക്ക് നയമുണ്ടായിരുന്നു, അത് മാറുന്നതായിട്ടാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മാസം, അതായത് ജൂലൈ ആദ്യ വാരത്തിന് ശേഷം അവർക്ക് ഇവരുടെ കർമ്മരംഗത്തൊരു ചേഞ്ച് വരാൻ നല്ല സാധ്യതയുണ്ട്. അതിനൊരു സ്ത്രീയുടെ സഹായമുണ്ടാകുമെന്നും കാണുന്നു. എന്നാൽ സ്ത്രീകൾ നിമിത്തം തന്നെ ചിലപ്പോൾ ഇവർക്ക് ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചില തർക്ക വിഷയങ്ങളോ കലഹമോ ഉണ്ടാകാനുള്ള സാധ്യതയും മേലധികാരികളുടെ ശ്രദ്ധയിൽ അത് പെടുകയും ചെയ്യാം. അത്തരം കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ, അതായത് ജൂലൈ മാസത്തെ നല്ല ദിവസങ്ങൾ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കാം.
1-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2, 3, അതുപോലെ അത് കഴിഞ്ഞാൽ 8 സായാഹ്ന ശേഷം 9, 10, 11, 12 രാത്രി 8 മണി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ 16 രാത്രി 8 മണി കഴിഞ്ഞ് 17, 18, 19, 20, 21 ദിവസങ്ങൾ. 21-ാം തീയതി പുലർച്ചെ 7:55 വരെയും ശേഷം 23 സന്ധ്യ കഴിഞ്ഞ് 24, 25. അത് കഴിഞ്ഞാൽ പിന്നെ 28, 29, 30, 31 പുലർച്ചെ 7:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അഷ്ടമ വ്യാഴമാണെങ്കിൽ പോലും ആ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ചില കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള അനുകൂലമായ വിജയമുണ്ടാവും. പ്രധാനമായും ഇവർ നിരാശപ്പെട്ടിരുന്നിരുന്ന മേഖലയിൽ ഇവർക്ക് അനുകൂലമായ തീരുമാനം പെട്ടെന്നായിരിക്കും വരിക. ഇത്രയും കാലമായിട്ടും തങ്ങളുടെ ഈ ഒരു കാര്യം നടന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെട്ടിരുന്നവർക്ക് ആ ആശങ്കകളെ അവസാനിപ്പിച്ചുകൊണ്ട് അവർക്ക് പെട്ടെന്നൊരു അനുഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യത. ചിലപ്പോൾ അത് ധനപരമായ ഒരു വരവായിരിക്കാം, അതല്ലെങ്കിൽ തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾക്ക് മാറ്റമാകാം. എന്തായാലും അവരുടെ അനുകൂല തീരുമാനത്തിന് വലിയ താമസമൊന്നും ഇനി വേണ്ടി വരില്ല എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് പരിഹാരമാവുകയും ചെയ്യുന്നു. സ്വന്തം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഉയർച്ചയുണ്ടാകുന്നതായും കാണുന്നുണ്ട്. വാഹനം പുതിയത് വാങ്ങുകയോ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി നിവർത്തിക്കുകയോ ചെയ്യും. അതുപോലെ വീടിൻ്റെ ആന്തരിക ഭാവങ്ങളൊക്കെ വളരെ മനോഹരമാക്കാനും പുതിയ വീട് വാങ്ങാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചില ബന്ധങ്ങളിലുണ്ടായിരുന്ന മോശപ്പെട്ട അവസ്ഥകൾക്ക് മാറ്റം വരുന്നു. കുറച്ചുകൂടി സുദൃഢമായി ബന്ധം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ അതേസമയം ലോവർ അബ്ഡമിൻ, ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ത്വക്ക് സംബന്ധമായ അസുഖമോ അലർജി അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും ശത്രുക്കളുടെ ഇടപെടലും അവരുടെ പരിഹാസവും വിമർശനവുമെല്ലാം ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. തങ്ങളുടെ ഊർജ്ജസ്വലത കുറച്ചുകൂടി വർദ്ധിച്ചിരിക്കുന്നു. കർമ്മരംഗത്തുണ്ടായിരിക്കുന്ന അവരുടെ തടസ്സങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നതായി അവർക്ക് തന്നെ ബോധ്യപ്പെടുന്നു. ഈ പറയുന്ന ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ ബോധ്യപ്പെടുന്നു. കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ അവർക്ക് പറ്റുന്നു. പരാജയമോ അല്ലെങ്കിൽ തടസ്സമോ ഉണ്ടായിരുന്നെങ്കിലും അതിനെ അതിജീവിക്കാനുള്ളൊരു മനസാന്നിധ്യം ഇപ്പോൾ ഇവർക്ക് കൈവന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഗുണമാണ്. ഓർക്കാപ്പുറത്ത് പണം ഇവർക്ക് വരാം. ഭാഗ്യം ഒക്കെ ഇവർക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇവർക്കിപ്പോൾ മുമ്പ് ഉപേക്ഷിച്ചിരുന്ന ധനം പോലും തിരിച്ചു കിട്ടാം. അതല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടായിരുന്ന വർദ്ധിച്ച ചെലവിൽ ഒരു ഒതുക്കം വരാം. ചിലവ് കുറഞ്ഞ് വരുമാനം വർദ്ധിക്കുന്നതാവാം, അല്ലെങ്കിൽ ചിലവ് കൂടിയാൽ പോലും കൂടുതൽ വരുമാനം അല്ലെങ്കിൽ പണം ഇവരിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. തോളല്, നട്ടല്, വസ്തിപ്രദേശം, ഈ പ്രദേശത്ത് എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഭക്ഷണത്തോട് അലർജി ഉണ്ടാവുക, ഭക്ഷണം കഴിക്കുമ്പോൾ വായ, അതുപോലെ ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ ഇന്നർ സ്റ്റൊമക്ക് ഡിസോർഡറോ പ്രശ്നങ്ങളോ ഒക്കെ ആകാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കൃത്യമായ പരിശോധന വേണമെന്ന് ഇവരോട് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്, അതായത് ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഉച്ചവരെ, ശേഷം 4, 5, 6 രാവിലെ 10 മണി വരെയും, അത് കഴിഞ്ഞാൽ 10 സന്ധ്യ കഴിഞ്ഞ് 11, 12, 13, 14 സന്ധ്യ വരെയും, ശേഷം 19, 20, 21, 22, 23 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 26, 27, 28 രാത്രി 7:30 വരെയും, പിന്നെ 31 താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ അനുകൂലമായ തീരുമാനം. പ്രണയിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരം. എന്നാൽ പ്രണയിക്കുന്നവർക്ക് അത് അവരുടെ വിജയമെന്ന് പറഞ്ഞാൽ അത് വിവാഹത്തിൽ കലാശിക്കുക എന്നതാണ്. അതുപോലെ ദാമ്പത്യത്തിലും വിവാഹം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ താമസിച്ചിരുന്നത് നടക്കാം. ഇന്ന് ഞാൻ കഴിഞ്ഞ തവണയും ഇത് പറഞ്ഞിരുന്നു. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം, ഈ മാസത്തിൻ്റെ ആദ്യ വാരത്തിൽ ഈ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും ഒരു രൂക്ഷമായ കലഹത്തിനോ സംശയ രോഗങ്ങൾക്കോ ഒക്കെ ഇടവരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് പരസ്പരം കുറ്റം പറച്ചിലുമൊക്കെ ആയിട്ട് ആഴ്ചയുടെ ആദ്യ വാരം കടന്നു പോകും, മാസത്തിൻ്റെ ആദ്യ വാരം കടന്നു പോകുമെന്ന് ചിന്തിക്കണം. എന്നാൽ ആദ്യ വാരത്തിന് ശേഷം ഇത്തരം അവസ്ഥകൾക്ക്
കുറഞ്ഞ ഒരു അവസ്ഥയെ കാണുന്നുള്ളൂ. കാരണം പരസ്പരമുള്ള കലഹമോ സംശയമോ മാസത്തിൻ്റെ ആദ്യ വാരത്തിന് ശേഷം അത്ര കണ്ട് കാണുന്നില്ല. അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ കൈയടക്കാൻ സാധിക്കുന്നു. ഒന്നുകിൽ ഉയർന്ന നിലയിലേക്ക് എത്താനുള്ള സാധ്യത, അതല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ പല കാര്യങ്ങളും കടന്നു വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഇവരുടെ സാമ്പത്തിക മേഖല കുറച്ചുകൂടി ഉയരുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസ്ഥയുണ്ടാകുന്നു. അവിടെ പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ അവസ്ഥയാണ് കാണുന്നത്. മറ്റൊരു പ്രധാന വിശേഷം, ഈ തമ്മിൽ പരസ്പരം ചേർന്ന് ചില സംരംഭങ്ങൾ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നവർ, ഇടയ്ക്കൊന്ന് കലഹിച്ചു പിരിഞ്ഞിരുന്നവർ, അവരൊക്കെ വീണ്ടും ഒരുമിക്കുന്നതായിട്ട് കാണുന്നു. ആശയപരമായിട്ട് കുറച്ചുകൂടി പ്രായോഗികമായ ചില കാര്യങ്ങൾ അവർ ആവിഷ്കരിക്കുന്നു. അതുമായി മുന്നോട്ട് പോകാനുള്ള സംരംഭങ്ങൾ ഇവിടെ തുടങ്ങുകയും ചെയ്യുന്നു. അത് ജൂലൈ മാസത്തിൽ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയുന്നു. ഇപ്പോഴും തങ്ങളുടെ വാക്ക് വേറെ തരത്തിലൊക്കെ വിവക്ഷിക്കപ്പെടാം. അത് നിർവചിക്കപ്പെടുന്നത് അതിൻ്റെ അർത്ഥം മാറിയാവാം. അതുകൊണ്ട് അപവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇരയാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മുഖം സംരക്ഷിക്കണം. പ്രത്യേകിച്ച് മുഖത്തെ ചർമ്മത്തിന് എന്തെങ്കിലുമൊക്കെ അലർജി പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഉണ്ടാകാം. ഭക്ഷണത്തിൽ നിന്ന് വിഷം ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയോ ഒക്കെ കാണുന്നുണ്ട്. അലർജി അസുഖങ്ങൾ അതിൽ നിന്നുമൊക്കെ വരാം. സഹോദര സ്ഥാനത്തുള്ളവർക്ക് താരതമ്യേന ഭേദപ്പെട്ട അവസ്ഥ കാണുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹോദരങ്ങളെ സഹായിക്കുവാൻ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് കാണാം. അത്തരം ഗുണങ്ങൾ അവർക്ക് അനുഭവവേദ്യമാവുകയും ചെയ്യും. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. അവർക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നോ അപകട സാധ്യത വരുമെന്നോ കാണുന്നുണ്ട്. ഇലക്ട്രിസിറ്റി, തീയ്, അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്രവർത്തിക്കുമ്പോൾ സന്താനങ്ങൾക്ക് അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. പിന്നെ പൊതുവേ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തടസ്സം കാണുന്നുണ്ട്. പക്ഷേ അത് അധികാരസ്ഥാനത്തുള്ളവരുമായും ഏതെങ്കിലുമൊക്കെ തലത്തിൽ മേലധികാരികളുമായിട്ടുണ്ടാകുന്ന ഭിന്ന അഭിപ്രായങ്ങളുമാവാം. പിന്നെ ശാരീരികമായ അവശതയും, ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ, ഈ ഭാഗം വളരെ സൂക്ഷിക്കണം. ഇവിടെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിതാവിനും അത്ര നല്ല കാലമല്ല. ആരോഗ്യസ്ഥിതി, പ്രത്യേകിച്ച് നയനങ്ങൾ, ഹൃദയം, ഞരമ്പ്, ഈ ഭാഗത്ത് ദോഷാവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1 ഉച്ചകഴിഞ്ഞ് 2, 3, 6 രാവിലെ 10 കഴിഞ്ഞ് 7, 8 സായാഹ്നം വരെ. അത് കഴിഞ്ഞാൽ 12-ാം തീയതി രാത്രി 8 മണിക്ക് ശേഷം 13, 14 സന്ധ്യ വരെ. 14 സന്ധ്യ കഴിഞ്ഞും 15, 16 രാത്രി 8 മണിവരെയും ഗുണകരമാണ്. ശേഷം 21 പുലർച്ചെ 7:55 കഴിഞ്ഞ് 22, 23, 24, 25. അത് കഴിഞ്ഞാൽ പിന്നെ 28-ാം തീയതി 7:30-ക്ക് ശേഷം 29, 30, 31 പുലർച്ചെ 7:30 വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആശയങ്ങൾ കൃത്യമായി ആവിഷ്കരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയും കാണുന്നു. ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്നവരൊക്കെ ഇപ്പോൾ മോശപ്പെട്ട സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ ശുക്രൻ്റെ 6ലെ നിലയും ഇവർക്ക് ദാമ്പത്യത്തിലോ അല്ലെങ്കിൽ സ്ത്രീകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ചില സംരംഭങ്ങളിലോ ഒക്കെ ദോഷാവസ്ഥകൾ കാണുന്നുണ്ട്. 4-ന് ശേഷം ശുക്രൻ ചിങ്ങത്തിൽ പോയാലും, ചിങ്ങം സൂര്യൻ്റെ രാശിയാണ്. അവിടെ ശുക്രൻ അത്ര നല്ല സ്ഥലമല്ല. മാത്രമല്ല 7-ാം ഭാവവും ചാരവശാൽ അത്ര നല്ലതല്ല. അപ്പോൾ കുടുംബം ഒരുമിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ ഇവിടെയൊക്കെ അല്പം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ദോഷം വരുത്തി വയ്ക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലും ചിലപ്പോൾ ചില മനോവിഷമങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത ചില അഭ്യുദയകാംക്ഷികളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവരോ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ വളരെ അപ്രതീക്ഷിതമായി സഹായിക്കുമെന്ന് കാണുന്നു. ആൾ സഹായം കൊണ്ടോ സാങ്കേതിക സഹായം കൊണ്ടോ അല്ലെങ്കിൽ ധനപരമായ സഹായം കൊണ്ടോ ആവണം കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ഇവർ ഇപ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അത് വളരെ വിജയകരമായി മുന്നോട്ട് പോകുമെന്നും കാണുന്നു.
തങ്ങൾക്ക് മറ്റൊരു ദേശത്തു നിന്ന് ലഭിക്കുന്ന സഹായവും ഇവർക്ക് ഇപ്പോൾ വളരെ ഗുണകരമാണ്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ സഹോദര സ്ഥാനത്തുള്ളവരോ ബന്ധുക്കളോ അഭ്യുദയകാംക്ഷികളോ വിദേശത്തു നിന്ന് സഹായിക്കുന്നതുമാവാം. അത്തരം ചില ഗുണങ്ങൾ ഇവർക്ക് ഇപ്പോൾ ഈ പിടിച്ചു നിൽക്കാൻ സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ പുതിയ ചില മാറ്റങ്ങൾ വരുത്താൻ അവരുടെ ഉപദേശം ഇവർ ഇപ്പോൾ സ്വീകരിക്കേണ്ടി വന്നേക്കാം. അതുപോലെ തുടയല്, കാൽമുട്ട് ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ അപകട സാധ്യതയോ രോഗാവസ്ഥകളോ ഉണ്ടാകാം. ആ ഭാഗത്തെ ത്വക്കിന് നിറം മാറ്റമോ വേദനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവശതയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകാം. അതൊരു ശല്യമായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ മുൻകൈ എടുക്കുക, ജാഗ്രത പുലർത്തുക എന്ന് വേണം പറയാൻ. അത് പൊതുവേ ജൂലൈ മാസത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനനുസരിച്ച് സഹായവും വരുന്നുണ്ട്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ വാരത്തിന് ശേഷം ഇവരുടെ പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. ഏറ്റവും നന്നായി ഇവർക്ക് ഇവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ കഴിവ് അർപ്പിക്കാൻ സാധിക്കുകയും അത് ഗുണകരമായി വരികയും പിന്നെ ഇവരുടെ സഹായം ഈ പറയുന്ന സഹോദര സ്ഥാനത്തുള്ളവരോ ബന്ധുക്കളോ ഒക്കെ ഇവരെ സഹായിക്കുന്നത് വഴിയും ഗുണമുണ്ടാവും. ഈ ജൂലൈ മാസത്തിൽ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 1-ാം തീയതി ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 4, 5, 6 രാവിലെ 10 മണി വരെ, ശേഷം 8-ാം തീയതി സായാഹ്ന ശേഷം 9, 10 സന്ധ്യ വരെ, അത് കഴിഞ്ഞാൽ 14 സന്ധ്യയ്ക്ക് ശേഷം 15, 16 രാത്രി 8 മണിവരെയും, അത് കഴിഞ്ഞാൽ 16 രാത്രി 8 മണിക്ക് ശേഷവും 17, 18 ശേഷം 23 സന്ധ്യ കഴിഞ്ഞ് 24, 25 ദിവസങ്ങളും, അത് കഴിഞ്ഞാൽ പിന്നെ 23, 24, 25, 26, 27, 28 രാത്രി 7:30 വരെയും ശേഷം 31 ഗുണമുള്ള ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. സഹോദര സ്ഥാനത്തുള്ളവരുടെയോ അഭ്യുദയകാംക്ഷികളുടെയോ സഹായം വളരെ വലിയ തോതിൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്ന് കാണുന്നു. അതൊന്നുമല്ലാതെ തന്നെ താനേ ഇവർക്ക് ഈശ്വരാധീനം കൈവന്നിരിക്കുകയാണ്. ഭാഗ്യവും അനുകൂലമാണ്. മാസത്തിൻ്റെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം ഇവർക്ക് ഇവരുടെ സന്താനങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അത് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഒരു 45 വയസ്സിനൊക്കെ ശേഷമുള്ളവർക്ക് അവരുടെ സന്താനങ്ങളാൽ വളരെ മനസുഖം കിട്ടുന്നുവെന്ന് കാണുന്നു. ഗുണം, സന്താനങ്ങളുടെ മംഗളകാര്യം തുടങ്ങിയവ നടക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള വരുമാനത്തിന് വർധനവുണ്ടാകുന്നു. ആഗ്രഹങ്ങളുടെ സഫലീകരണം കൃത്യമായി നടക്കുന്നു. എന്നാൽ ഉദരരോഗത്തിനോ അല്ലെങ്കിൽ ഉദരരോഗത്തിനു വേണ്ടി ചെലവഴിക്കുന്ന ധനത്തിൽ വലിയ കാര്യമുണ്ടാകുന്നതായി തോന്നുന്നില്ല. അതുകൊണ്ട് ഉദരരോഗത്തിന് കാരണമായ ശീലങ്ങൾ ഒഴിവാക്കുന്നതാണ് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലത്. മാത്രമല്ല വിഷജന്യ വസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഹൈജീനിക്കായിട്ടുള്ള വളരെ ആരോഗ്യകരമായി പരിശുദ്ധിയുള്ള അന്തരീക്ഷങ്ങളിൽ നിന്ന് പാകപ്പെടുത്തിയ ആഹാരമേ കഴിക്കാവൂ. ജലത്തിൽ നിന്നുമൊക്കെ വിഷം ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത, ഭക്ഷണത്തിൽ നിന്നും വിഷം സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇത് ആരെങ്കിലും വിഷം അതിലിട്ട് തരുന്നു എന്നല്ല അർത്ഥം. കൃത്യമായി നല്ല രീതിയിൽ പാചകം ചെയ്യാതിരിക്കുകയോ അശുദ്ധമായ അന്തരീക്ഷത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങൾക്കോ ജലത്തിനോ ഒക്കെ ഈ വിധത്തിലുള്ള അവസ്ഥയുണ്ടാകാം. അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകാവുന്ന കുഴപ്പം ഈ പറയുന്ന മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരാം. പിന്നെ ജന്മശനിയാണ്. ജന്മശനി ഏതു വിധേനയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമെന്ന കാര്യം മറക്കാതിരിക്കുക. തൽക്കാലം വ്യാഴം 5-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഗുണമാണ്. ഈ മാസം, അതായത് ജൂലൈ മാസം ആദ്യ വാരത്തിന് ശേഷം സ്ത്രീകളുമായി ഇടപഴകുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ജോലിസ്ഥലങ്ങളിൽ, കുടുംബത്തിൽ പോലും ഒരു ശ്രദ്ധ വേണം. അവരിൽ നിന്ന് പഴി കേൾക്കാനോ അവരുമായി ബന്ധപ്പെട്ട അപവാദ കഥകൾ പ്രചരിക്കാനോ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3 ദിവസങ്ങളും, അത് കഴിഞ്ഞാൽ 6-ാം തീയതി രാവിലെ 10 മണി കഴിഞ്ഞ് 7, 8 സായാഹ്നം വരെയും, ശേഷം 10 സായാഹ്നം കഴിഞ്ഞ് 11, 12 രാത്രി 8:30 വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 16 രാത്രി 8 മണി കഴിഞ്ഞ് 17, 18, 19, 20, 21 പുലർച്ചെ 7:55 വരെയും, ശേഷം 26, 27, 28, 29, 30, 31 പുലർച്ചെ 7:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരങ്ങൾക്കായി. ശനിയാഴ്ച
ശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ നീരാഞ്ജനം കഴിപ്പിക്കുക. കറുത്ത പട്ടുവസ്ത്രമോ നീല പട്ടുവസ്ത്രമോ സമർപ്പിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. അതുപോലെ വ്രത ശുദ്ധി പാലിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ശ്രമിക്കുക. അഹങ്കാരമില്ലാതെ ജീവിക്കുക. ഓം നമോ നാരായണായ എന്ന് വ്യാഴദോഷ പരിഹാരത്തിന് ജപിക്കാം. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി പാലിക്കുക. മഞ്ഞ വസ്ത്രം ഉടുക്കുക. മഞ്ഞപ്പട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. അതുപോലെ വെളുത്ത പായസം, പാൽപ്പായസം, നെയ്വിളക്ക്, ഇതൊക്കെ വളരെ ഉത്തമമായ പരിഹാര മാർഗങ്ങളാണ്. ഓം നാഗായ നമ എന്ന് ജപിക്കാം. നാഗദോഷ പരിഹാരങ്ങൾക്ക് നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കാം. അതുപോലെ തന്നെയാണ് കേതുദോഷ പരിഹാരത്തിനും ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക. ഗണപതിക്ക് ഉണ്ണിയപ്പ നിവേദ്യം, നാളികേരം ഉടയ്ക്കലൊക്കെ കേതുദോഷ പരിഹാരത്തിന് ഏറ്റവും ഉത്തമമായ മാർഗമാണ്. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ ജൂലൈ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.